morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നൂഡിൽസ് ആണെന്നുള്ളത്. നൂഡിൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള എഗ് നൂഡിൽസ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാഗി നൂഡിൽസ് ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ എഗ് നൂഡിൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എഗ് നൂഡിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എഗ് നൂഡിൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. മാഗിയുടെ മസാല മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു നൂഡിൽസ് ഉണ്ടാക്കുന്നത്. നമുക്കിതിന് ആവശ്യമായത് എഗ് നൂഡിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എഗ് നൂഡിൽസ് ഉണ്ടെങ്കിൽ എഗ് നൂഡിൽസ് തന്നെ എടുത്തോളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 4 മാഗി നൂഡിൽസ് എടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ക്യാരറ്റ് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ജൂലിയൻ കട്ടാണ്. 1 ക്യാപ്സിക്കം, 1 സവോള, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാനിപ്പോൾ 4 നൂഡിൽസിനായിട്ട് 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് സെഷ്വാൻ സോസാണ്. സെഷ്വാൻ സോസ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് 2 ടീസ്പൂൺ മതി. പിന്നെ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസും എടുത്തിട്ടുണ്ട്. സെഷ്വാൻ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, ഞാൻ വീട്ടിലുണ്ടാക്കിയിരിക്കുന്ന സെഷ്വാൻ പേസ്റ്റാണിത്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം കേട്ടോ നമുക്ക് സെഷ്വാൻ പേസ്റ്റ്. സെഷ്വാൻ പേസ്റ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് സെഷ്വാൻ പേസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ ആദ്യം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എഗ് നൂഡിൽസ് വേവിക്കുന്ന പോലെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എഴുതിയിരിക്കുന്ന കുക്കിംഗ് ടൈം അനുസരിച്ച് വേണം നമ്മൾ വെള്ളം വയ്ക്കാനും അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാനും. എത്ര സമയം കുക്ക് ചെയ്യണം എന്നുള്ളത് ഒരു 90% കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓവർ കുക്ക് ആയി പോകരുത്. അപ്പോൾ കൂടുതൽ വെള്ളം വെച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഞാനപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മളൊരു പാനിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണൊക്കെ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് നൂഡിൽസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് വേവിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെഷ്വാൻ പേസ്റ്റിൽ ഉപ്പുണ്ട്, സോയ സോസിൽ ഉപ്പുണ്ട്, പക്ഷേ നൂഡിൽസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് നമ്മളിപ്പോൾ വേവിച്ചാൽ നൂഡിൽസിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസ് വെച്ച് കൊടുക്കാം. കണ്ടോ, വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നൂഡിൽസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നൂഡിൽസിൻ്റെ മസാല ഉണ്ടല്ലോ, ഇതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഈ ഒരു മസാല ഉപയോഗിച്ച് നമ്മൾ അടുത്ത ദിവസം വേറൊരു റെസിപ്പി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെടുത്ത് സൂക്ഷിച്ച് വെച്ചോളൂ, വേസ്റ്റായിട്ട് കളയൊന്നും വേണ്ട. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന സമയം 1.5 മിനിറ്റ് ആണോ 2 മിനിറ്റ് ആണോ, നിങ്ങളുടെ കയ്യിലുള്ള പാക്കറ്റിൽ 2.5 മിനിറ്റ് ആണോ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും സമയം കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് നമ്മൾ ഇട്ടിട്ട് ഒരു 2.5 മിനിറ്റായി. ഞാനിപ്പോൾ 2.5 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നൂഡിൽസൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി എടുത്തിട്ട് കണ്ടോ, ഓവർ കുക്കായി പോയിട്ടില്ല, എന്നാൽ പാകത്തിന് കുക്കായിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ മസാലയിൽ സോട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി കുക്കായി വരും. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാനിത് ഊറ്റി മാറ്റാൻ പോവാണ്. ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ട്രെയിനറിൽ നിന്നുള്ള വെള്ളം മാറ്റിയിട്ട് ഒരു 2-3 പ്രാവശ്യം ടാപ്പ് വാട്ടറിൻ്റെ താഴെ കാണിക്കുക, ഒഴുക്കിവിടുക വെള്ളം. അപ്പോൾ നന്നായിട്ട് ഇതിലെ ആ ഒരു പശയൊക്കെ പോവും. അപ്പോൾ നമ്മളിതാ നമ്മുടെ പാൻ കഴുകി വെച്ചിട്ടുണ്ട്. നൂഡിൽസ് ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പാൻ ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ ഈ ഒരു റെസിപ്പി, ചൈനീസ് റെസിപ്പീസ് ചെയ്യുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകളിലോ ചെയ്യുക കേട്ടോ, വെളിച്ചെണ്ണയിൽ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള നിങ്ങൾ ഇതിലും ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ വെളുത്തുള്ളി ഒന്ന് കുക്കായതിന് ശേഷം മാത്രം സവോള ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് വെളുത്തുള്ളിയും സവോളയും ഇതുപോലെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു ചിക്കൻ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആഡ് ചെയ്യാം. ഞാൻ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ചേർക്കണ്ട. ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 സ്പ്രിംഗ് ഓണിയനും കൂടി കട്ട് ചെയ്തെടുത്തോളൂ. എന്താണെന്ന് വെച്ചാൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ 1-2 സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തോളൂ. നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ ഉപയോഗിക്കാം.
അപ്പോൾ ഞങ്ങളിവിടെ മുളച്ച് വരുന്ന സവോളയും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ചെടിച്ചട്ടിയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ നമുക്ക് സ്പ്രിംഗ് ഒണിയൻ ആവശ്യമാവുമ്പോൾ ആ ചട്ടിയിൽ നിന്ന് മുറിച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് എടുത്തോളൂ എന്നുള്ളത്. എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമുക്ക് സവോളയ്ക്കും മറ്റുള്ള വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവോള ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ലാസ്റ്റ് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ക്യാപ്സിക്കത്തിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. പിന്നെ ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇന്ത്യൻ കുക്കിംഗ് ആണെങ്കിലാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാത്ത കുക്കിങ്ങുകളൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുക. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ എന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കണം എന്ന് പറയാറുണ്ട്. ഇതൊക്കെ ചൂടോടുകൂടി തന്നെ കഴിക്കണം. അതിനനുസരിച്ചുള്ള സമയത്ത് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്താലാണ് നൂഡിൽസിൽ കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ്, ക്യാരറ്റ് വലുതായിട്ട് കടിക്കാൻ കിട്ടാത്ത രീതിയിൽ നമുക്കൊരു ടേസ്റ്റും ഉണ്ടാവുക. ക്യാരറ്റും ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ, ഓവർ കുക്ക് ആവണ്ട, ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ബീൻസ് ക്യാബേജൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇവിടെ കിച്ചൂസിൻ്റെ ബീൻസും ക്യാബേജും താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ഒഴിവാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സെഷ്വാൻ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 ടീസ്പൂൺ സെഷ്വാൻ സോസ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ബാക്കിയുള്ള സോസുകളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ സോയ സോസ്, ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ മതി. ലൈറ്റ് ആണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർക്കാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മുടെ നൂഡിൽസ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതുപോലെ ഇരിക്കും മാഗിയുടെ ചിക്കൻ ക്യൂബ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ, പരസ്യമൊന്നല്ല കേട്ടോ. കാര്യം ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2 ക്യൂബ് ഉണ്ടാവും, ഞാൻ 1 ക്യൂബ് എടുക്കുന്നുള്ളൂ. ആ ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുക. ഇനി ഇതുകൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. പിന്നെ നിങ്ങൾക്ക് 2 രീതിയിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാം. ഇപ്പോൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാനിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേറൊരു പാനിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒരു ഹാഫ് കുക്ക് ആകുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. നമ്മൾ ആദ്യമേ സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് സ്ക്രാമ്പിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിത് വേറെ പാനിൽ സ്ക്രാമ്പിൾ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത മുട്ട പാനിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇടയ്ക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ കുക്ക് ആവണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നു. ബാക്കിയുള്ളത് നമ്മുടെ നൂഡിൽസിൻ്റെ എല്ലാം കൂടെ മുട്ട കുക്ക് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഫ്ലെയിം നമ്മൾ വീണ്ടും ഓൺ ആക്കിയിട്ടുണ്ട്. അതാ നമ്മുടെ മസാലകളൊക്കെ ഒന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ചേർക്കാം. ഇതിൽ തന്നെ ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മസാലയിൽ കുറച്ചുകൂടി കുഴഞ്ഞു പോകും എന്നേ ഉള്ളൂ മുട്ട. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ട ചേർത്തൊന്ന് ഇളക്കിയിട്ട്, അപ്പോൾ ഞാൻ എന്താ നൂഡിൽസിനി നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് 2 ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതുപോലെ 2 സ്പാറ്റില യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചിട്ടാണോ മിക്സ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ടോസ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ടോസ് ചെയ്തെടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ല മിക്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പുറത്ത് പോകും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി റെസ്റ്റോറൻറ്റൊന്നും നടത്തുന്ന ആൾക്കാരല്ല. റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇതുപോലെ മിക്സിംഗ് ഒന്നും നമ്മുടെ പരിപാടിയല്ല വീട്ടമ്മമാരുടെ. അതുകൊണ്ട് കുറച്ചൊക്കെ പുറത്തേക്ക് പോകും. ഇനി നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സോസുകളുടെ ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ടേസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സോസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ് നമ്മുടെ സെഷ്വാൻ എഗ് നൂഡിൽസിൻ്റെ പരിപാടി. അപ്പോൾ സെഷ്വാൻ സോസ് ഉണ്ടാക്കി വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ നൂഡിൽസ് ആവശ്യപ്പെടുമ്പോൾ മാഗി മസാല ഒന്നും ചേർക്കാതെ മാഗി വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ എഗ് നൂഡിൽസാണ് ഇരിക്കുന്നതെങ്കിൽ എഗ് നൂഡിൽസ് വേവിച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇനി ഇതിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് സെഷ്വാൻ പേസ്റ്റും ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സെഷ്വാൻ പേസ്റ്റും 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസിൻ്റെ പരിപാടി. ഇനിയിപ്പോൾ
എന്തെങ്കിലും ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം, എരിവൊക്കെ ഓവറായി പോവുകയാണെങ്കിൽ മാത്രം ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ്. ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മുകളിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ താഴെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നാളെ കാണാം.